Hi my dears, welcome to today's class. Today we are going to start with the extreme values of functions. Extreme values of functions. Mainly two type of extreme values. First one is local extreme values. Second one is absolute extreme values. In local extreme values, we have local maximum and local minimum. Similarly, for the case of absolute extreme values, we have absolute maximum and absolute minimum. When will you say that a function f has a local maximum? That is, f has a local maximum value at an interior point C of its domain if f of x is less than or equal to f of c for all x in some open interval containing c. Okay, a function f has a local maximum value at an interior point c of its domain if f of x less than or equal to f of c for all x in some open interval containing c. That means locally it will be the maximum value. Okay, for that suppose this is a graph. Okay, it's a graph. So this point is actually take some c, right? ഈ സിയുടെ കറസ്പോണ്ടിങ് സിയുടെ നൈബർഹുഡ് എടുക്കുക. സിയുടെ നൈബർഹുഡിൽ ഇതാണ് നമ്മുടെ എഫ് ഓഫ് സി. ഓക്കെ, എഫ് ഓഫ് സി. അപ്പോൾ ഈ എഫ് ഓഫ് സി ആയിരിക്കും ഇവിടുത്തെ ലോക്കലി, അതായത് ഈ ഒരു സിയുടെ നൈബർഹുഡിൽ വരുന്ന പോയിന്റ്സിന്റെ ഒക്കെ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ അതിലെ ഇമേജിലെ ഏറ്റവും വലിയ വാല്യൂ എഫ് ഓഫ് സി ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എഫ് ഹാസ് എ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു സി. ഓക്കെ, സിമിലർലി ലോക്കൽ മിനിമത്തിന്റെ കേസിൽ എന്തായിരിക്കും? ലോക്കൽ മിനിമത്തിന്റെ കേസിൽ സെയിം ഡെഫിനിഷൻ തന്നെ. എ ഫംഗ്ഷൻ എഫ് ഹാസ് എ local minimum value at an interior point C of its domain if f of x is greater than or equal to f of c for all x in some open interval containing c. In some open interval containing c. അതായത് ഇവിടെ എടുക്കുക, ഈ പോയിന്റ് എടുക്കുക, ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റിൽ ഇതൊരു C1 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എഫ് ഓഫ് C1 ആണ്. അപ്പൊ ഈ ഒരു ലോക്കലി ആയിട്ടുള്ള C1ന്റെ നൈബർഹുഡിൽ വരുന്ന പോയിന്റ്സിൽ എന്ത് വരും? C1ന്റെ നൈബർഹുഡിൽ ഈ എഫ് ഓഫ് C1 ആയിരിക്കും ഏറ്റവും മിനിമം. ഓക്കെ, അതിനേക്കാൾ മിനിമം ആയിട്ടുള്ള ഒരു വാല്യൂ ആ നൈബർഹുഡിൽ ഉള്ള ഇമേജിലൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ശ്രദ്ധിക്കേണ്ട, C1ന്റെ നൈബർഹുഡ് എടുക്കുക, എല്ലാ പോയിന്റ്സിന്റെയും ഇമേജ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതായത് എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ അതിൽ എഫ് ഓഫ് C1 ആയിരിക്കും ഏറ്റവും മിനിമം വാല്യൂ വരിക. റൈറ്റ്, these are the meanings of local maximum and local minimum. Then what is the difference between these local extremas and absolute extremas? That is we are going to define. Okay, next we are going to define this. What do you mean by an absolute maximum? Okay, അപ്പോൾ സെയിം ഡെഫിനിഷനിൽ തന്നെ ചെറിയ ചേഞ്ച് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. എ ഫംഗ്ഷൻ എഫ് ഹാസ് എ ലോക്കൽ മാക്സിമം അല്ല, ദാറ്റ് ഇസ് absolute maximum. Function has a absolute maximum value at an interior point C of its domain if f of x less than or equal to f of c. അതായത് നൈബർഹുഡിലല്ല, അവിടുത്തെ കംപ്ലീറ്റ് ഡൊമൈനിലായിരിക്കും ഇത് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇൻ സം ഓപ്പൺ ഇന്റർവൽ കണ്ടെയ്നിങ് സി അല്ല, f of x is less than or equal to f of c for all x in D. For all x in D. Okay, we say that f has an absolute maximum value at an interior point C of its domain. Okay, f has an absolute maximum എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൊമൈനിലുള്ള എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ഡൊമൈനിൽ
ഏറ്റവും മാക്സിമം വാല്യൂ ആയിരിക്കും ആ സി എന്നുള്ളതിൽ ഏറ്റവും മാക്സിമം വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇമേജ് സെറ്റിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് വാല്യൂ ആയിരിക്കും എഫ് ഓഫ് സി. അങ്ങനെയാണെങ്കിലാണ് അറ്റ് എക്സ് ഈക്വൽ ടു സി ഇറ്റ് ഹാസ് ആൻ അബ്സല്യൂട്ട് മാക്സിമം എന്ന് വിളിക്കുക. ഓക്കെ, സിമിലർലി നമ്മൾ അബ്സല്യൂട്ട് മിനിമം എന്ന് പറയും എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ഇൻ ഫോർ ഓൾ എക്സ് ഇൻ ഡി ആണ്. ഫോർ ഓൾ എക്സ് ഇൻ ഡി. ഓക്കെ, for all x in D. For all x in D. For all x in D. Okay, these are the definitions of absolute maximum and absolute minimum. Consider an example. ഞാൻ നേരത്തെ തന്നതുപോലെ തന്നെയുള്ള ഒരു എക്സാമ്പിൾ ചെയ്യാണ്. ഇവിടെ സപ്പോസ് ഇങ്ങനെ വാല്യൂസ് ഉണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഗ്രാഫ് പോകുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഈ വാല്യൂസിൽ സപ്പോസ് ഇതാ ഇവിടെയൊക്കെ C1, C2, C3, C4, C5, ഇവിടെ C6. ഞാൻ ഇതിനൊന്ന് റബ്ബ് ചെയ്തിട്ട് കുറച്ചും കൂടി ഹയസ്റ്റ് വാല്യൂ ആക്കാൻ പോവാണ്, കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണത്. ദിസ് ഇസ് C7. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കുവാണെങ്കിൽ ഇത് C1 എന്ന് പറയുന്നത് എന്താണ്? C1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ഇവിടെ എന്താണ്? എഫ് ഓഫ് C1 ആണ്. അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുന്നത് C1 എഫ് ഓഫ് C1 ആണ്. ഓക്കെ, C1 എഫ് ഓഫ് C1 ആണ്. ഓക്കെ, അപ്പൊ എഫ് ഓഫ് C1 എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? ഇതിന്റെ ഏറ്റവും മിനിമം വാല്യൂ ആണ്. ഈ നൈബർഹുഡിലെ ഏറ്റവും മിനിമം C1 എഫ് ഓഫ് C1 ആണ് ഈ പോയിന്റ്. ഇതിന് ഇമേജ് എന്ന് പറയുന്നത് എഫ് ഓഫ് C1 ആണ്. ഈ എഫ് ഓഫ് C1 ആണ് ഈ C1ന്റെ നൈബർഹുഡിൽ ഏറ്റവും മിനിമം വാല്യൂസ് വരുന്നത്. ഓക്കെ, സോ സിമിലർലി C2ന്റെ കറസ്പോണ്ടിങ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ C2ന്റെ ഇമേജ് ആണ് ഇവിടുത്തെ ഹയസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ C1 എന്ന് പറയുന്നത് നമ്മുടെ ഏതിൽ പോവും? C1 എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾക്ക് കുറച്ച് ലിസ്റ്റ് ഉണ്ടാക്കാം. ലോക്കൽ മാക്സിമം പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. ലോക്കൽ മിനിമം പോയിന്റ്സ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്നത്. ലോക്കൽ മിനിമം. ഓക്കെ, അപ്പൊ ഇവിടെ C1 എന്ന് പറയുന്നത് ഏത് ലിസ്റ്റിൽ പെട്ടു? നമ്മുടെ ലോക്കൽ മിനിമത്തിൽ പെട്ടു. ഓക്കെ, C1. ഇനി നമ്മുടെ C2 എടുക്കുവാണെങ്കിൽ എന്താ വരിക? C2 എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് പോയിന്റ് ആണ്. അപ്പൊ അതിലുള്ള ലോക്കൽ മാക്സിമം പോയിന്റിൽ പെടുന്നതാണ് നമ്മുടെ ഇവിടെ വരിക. C2ന്റെ നൈബർഹുഡിൽ വരുന്നത് C2 ലോക്കൽ മാക്സിമം ആണ്. അതുപോലെ C3 എന്ന് പറയുന്ന ഏറ്റവും മിനിമം പോയിന്റ്സിൽ പെടുന്നതാണ്. അപ്പൊ C3 നമ്മുടെ ലോക്കൽ മിനിമം ആയിരിക്കും. ഓക്കെ, അപ്പൊ C4 എന്ന് പറയുന്നത് അതിന്റെ ഹയസ്റ്റ് ഇൻക്രീസിംഗ് ഇല്ലാണ് പോകുന്നത്. ഇത് ഡിക്രീസിങ് ചെയ്തിട്ടാണ് നമ്മുടെ ഗ്രാഫ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് ലോക്കൽ മിനിമത്തിലേക്കാണ് പോവുക. പിന്നെ ഇവിടെ എത്തിയിട്ട് ഇൻക്രീസ് ചെയ്തിട്ട് പോയിട്ടാണ് ഏറ്റവും മാക്സിമം ആയിട്ട് പിന്നെ താഴോട്ടേക്ക് പോവുക. അപ്പൊ ഇവിടെ അതിന്റെ ലോക്കൽ മാക്സിമം പോയിന്റ്സ് ആയിരിക്കും. അപ്പൊ C4 എന്ന് പറയുന്നത് എന്താ? ലോക്കൽ മാക്സിമം പോയിന്റ് ആണ്. അതേപോലെ ഇത് ഇനി ഡിക്രീസ് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് ഡിക്രീസ് ചെയ്ത് പിന്നെ ഡിക്രീസ് ചെയ്യാണ്. അപ്പൊ അത് ലോക്കൽ മിനിമം പോയിന്റ്. അതായത് C5 ലോക്കൽ മിനിമം ആണെങ്കിൽ അതിന് ലെഫ്റ്റില് അത് ഡിക്രീസ് ചെയ്ത് വരും, റൈറ്റില് എന്ത് വരും? ഇൻക്രീസ് ചെയ്ത് വരും. ഓക്കെ, അപ്പോ ഇവിടെ എന്ത് വരും? C5 ഏത് പോയിന്റ് ആയിരിക്കും? C5 മിനിമം പോയിന്റ് ആണ്. അതേപോലെ C6 ലോക്കൽ മാക്സിമം പോയിന്റ് ആണ്. ഫസ്റ്റ് ഇൻക്രീസ് ചെയ്യും പിന്നെ ഡിക്രീസ് ചെയ്യും. C7ന്റെ നൈബർഹുഡിലാണെങ്കിൽ ഫസ്റ്റ് ഡിക്രീസ് ചെയ്യും പിന്നെ ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണെങ്കിലാണ് അത് ലോക്കൽ മിനിമമായി മാറുക. അപ്പൊ C7ഉം എന്ത് തന്നെയാണ്? ലോക്കൽ മിനിമാണ് മാറുക. അപ്പൊ ഇതിൽ വെച്ചിട്ട് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാണെന്ന് ചെക്ക് ചെയ്യാം. ഹയസ്റ്റ് ഇമേജ് ഏതാണ് വരുന്നത്? ഇതാണ് വരുന്നത്. അത് ഏതിന് കറസ്പോണ്ടിങ് ആ? C6നാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? C6ൽ എന്തുണ്ട്? ഫംഗ്ഷൻ ഹാവ് ആബ്സല്യൂട്ട് മാക്സിമം പോയിന്റ് ആണ് നമ്മുടെ C6. ഇനി ഇതിലെ മിനിമത്തിൽ വെച്ചിട്ട് ഏറ്റവും ലോവസ്റ്റ് വൺ എടുക്കുക. അപ്പൊ അത് C7 ആണ്. അപ്പൊ C7 എന്ത് നമ്മൾ വിളിക്കും? ദാറ്റ് ഇസ് അബ്സല്യൂട്ട്
absolute minimum point. Absolute minimum point. Okay. അപ്പോൾ ഇത്രയായിട്ട് നമുക്ക് എക്സ്ട്രീം വാല്യൂസ് എന്താണെന്ന് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾക്ക് എക്സ്ട്രീം വാല്യൂ തിയറം ഫോർ കണ്ടിന്യൂസ് ഫങ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. അബ്സല്യൂട്ട് എക്സ്ട്രീമാസിൻ്റെയും ലോക്കൽ എക്സ്ട്രീമാസിൻ്റെയും പ്രോബ്ലം ചെയ്യാം. ഓക്കെ.